നമസ്കാരം STV ഈവനിംഗ് ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ നോക്കാം. തൊഴിലാളി വർഗത്തെ ഉന്മൂലനം ചെയ്യുന്നതാണ് കേന്ദ്ര സർക്കാരിൻ്റെ ലേബർ കോഡെന്ന് മുൻമന്ത്രി AK ബാലൻ. ലേബർ കോഡിൽ തൊഴിലാളി സംരക്ഷണമുണ്ടെന്ന് പറയുന്നവർ അത് ഏതെന്ന് വ്യക്തമാക്കണം. ലേബർ കോഡിൻ്റെ തനി പകർപ്പ് കേരളത്തിൽ നടപ്പിലാക്കില്ലെന്നും AK ബാലൻ. ലേബർ കോഡിനെതിരെ ഇടതു തൊഴിലാളി സംഘടനകളുടെ പ്രതിഷേധ മാർച്ച് പാലക്കാട്ട്. ലേബർ കോഡിനെതിരെ മാധ്യമപ്രവർത്തകരുടെയും പ്രതിഷേധ സംഗമം. സർക്കാർ സേവനങ്ങളുടെ വിലയിരുത്തൽ നടക്കുന്നത് ജീവനക്കാരുടെ സേവന മനോഭാവത്തിലൂടെയെന്ന് CPI ജില്ലാ സെക്രട്ടറി സുമലത മോഹൻദാസ്. സേവന മേഖലകൾ കാലോചിതമായി പരിഷ്കരിച്ച് ശക്തിപ്പെടുത്തണമെന്നും സുമലത മോഹൻദാസ്. KGOF ജില്ലാ സമ്മേളനം പാലക്കാട്ട്. ഷൊർണൂരിൽ ഭാരതപ്പുഴയ്ക്ക് കുറുകെ നിർമ്മിക്കുന്ന പുതിയ പാലത്തിൻ്റെ അടിത്തറ നിർമ്മാണ പ്രവൃത്തികൾ അവസാന ഘട്ടത്തിൽ. ഇവ പൂർത്തിയാകുന്നതോടെ പാലത്തിനാവശ്യമായ തൂണുകളുടെ നിർമ്മാണം ആരംഭിക്കും. പുതിയ പാലം നിർമ്മിക്കുന്നത് നിലവിലുള്ള പഴയ പാലം 100 വർഷത്തോളം പഴക്കം ചെന്ന സാഹചര്യത്തിൽ. വാർത്തകളുടെ വിശദാംശങ്ങളിലേക്ക്. തൊഴിലാളി വർഗത്തെ ഉന്മൂലനം ചെയ്യുന്നതാണ് കേന്ദ്ര സർക്കാരിൻ്റെ ലേബർ കോഡെന്ന് മുൻ മന്ത്രി AK ബാലൻ. ലേബർ കോഡിൽ തൊഴിലാളി സംരക്ഷണം ഉണ്ടെന്ന് പറയുന്നവർ അത് ഏതെന്ന് വ്യക്തമാക്കണമെന്നും ലേബർ കോഡിൻ്റെ തനി പകർപ്പ് കേരളത്തിൽ നടപ്പിലാകില്ലെന്നും AK ബാലൻ പറഞ്ഞു. ലേബർ കോഡിനെതിരെ ഇടത് തൊഴിലാളി സംഘടനകൾ പാലക്കാട്ട് നടത്തിയ പോസ്റ്റ് ഓഫീസ് മാർച്ച് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ലേബർ കോഡിൽ നിറഞ്ഞു നിൽക്കുന്നത് മുതലാളിത്ത താൽപ്പര്യമാണ്. തൊഴിലാളി വർഗം എന്ന കാഴ്ചപ്പാടിനെ തന്നെ ഇല്ലാതാക്കുന്നതാണ് പുതിയ തൊഴിൽ നയം. രാജ്യത്തിൻ്റെ ഓരോ മേഖലയും തൊഴിലാളി ജനവിരുദ്ധ കേന്ദ്രമാക്കുകയാണ്. നിയമങ്ങൾ കാലോചിതമായി പരിഷ്കരിക്കുന്നതിൽ ആർക്കും എതിർപ്പില്ല. എന്നാൽ തൊഴിലും വേതനവും ആനുകൂല്യങ്ങളും ഇല്ലാതാക്കുകയും ജോലിഭാരം വർദ്ധിപ്പിക്കുകയും ചെയ്യുന്ന നയത്തെ അംഗീകരിക്കില്ല. തൊഴിലാളി സമൂഹമായുള്ള കൂടിയാലോചനകൾക്ക് ശേഷം നടപ്പിലാക്കേണ്ട നയം മുതലാളി താൽപ്പര്യത്തിൽ അടിച്ചേൽപ്പിക്കുകയാണ്. കേരളത്തിൽ ലേബർ കോഡ് സംബന്ധിച്ച കൂടിയാലോചനകളും ചർച്ചകളും വേണമെന്നും AK ബാലൻ പറഞ്ഞു. ആ നിയമം ഇവിടെ പാസ്സായി കഴിഞ്ഞാൽ തൊഴിലാളികൾക്ക് പിന്നെ സംഘടന ഉണ്ടാവില്ല. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. തൊഴിലാളികൾക്ക് സമരം നടത്താൻ പറ്റില്ല, സംഘടിച്ച് വിലപേശാൻ പറ്റില്ല, ഒരു ട്രേഡ് യൂണിയൻ ജനാധിപത്യ അവകാശവും സംരക്ഷിക്കപ്പെടില്ല, മിനിമം വേതനം എന്ന് പറയുന്നതില്ല, സ്ഥാപനം അടച്ചുപൂട്ടാൻ മാനേജ്മെന്റിന് ഇഷ്ടം പോലെ കഴിയും, പിരിച്ചുവിടുന്നതിന് നോട്ടീസ് കൊടുക്കണ്ട, ആരെ എപ്പോഴും പിരിച്ചുവിടാം. ഈ രൂപത്തിൽ ബ്രിട്ടീഷുകാരൻ ഇന്ത്യ രാജ്യം ഭരിക്കുന്ന അവസരത്തിൽ നേടിയെടുത്ത സമസ്ത ജനാധിപത്യ അവകാശങ്ങളും ട്രേഡ് യൂണിയൻ നിയമങ്ങളും നമ്മുടെ രാജ്യത്തിൻ്റെ ഭരണഘടനാദത്തമായ മൗലിക അവകാശമായ തൊഴിൽ സംരക്ഷണ നിയമങ്ങളെല്ലാം ഇതോടെ ഇല്ലാതാകുകയാണ്. എന്ന് പറഞ്ഞാൽ നമ്മുടെ രാജ്യത്തിൻ്റെ ഭരണഘടനയുടെ മൗലിക അവകാശത്തിൽപ്പെട്ടതാണ് ട്രേഡ് യൂണിയൻ രജിസ്ട്രേഷനും ട്രേഡ് യൂണിയൻ പ്രവർത്തനവും. വിവിധ ട്രേഡ് യൂണിയൻ നേതാക്കളായ TK നൌഷാദ്, വിജയൻ കുനിശ്ശേരി, രാമദാസ്, KC ജയപാലൻ, NG മുരളീധരൻ നായർ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. ലേബർ കോഡിനെതിരെ മാധ്യമപ്രവർത്തകരുടെ പ്രതിഷേധ സംഗമം പാലക്കാട്ടെ സംഘടിപ്പിച്ചു. ലേബർ കോഡിനെതിരെ രാജ്യവ്യാപക പ്രക്ഷോഭത്തിൻ്റെ ഭാഗമായാണ് പാലക്കാട്ടും സംഗമം സംഘടിപ്പിച്ചത്. കാരണം 29 നിയമങ്ങളെ ഇവിടെ അധ്യക്ഷൻ സൂചിപ്പിച്ചതുപോലെ അത് ക്രോഡീകരിച്ച് 4 കോഡുകളാക്കി കുറച്ചിരിക്കുകയാണ്. 3-ഒന്നുമല്ല, അതിനേക്കാളൊക്കെ എത്രയോ ചെറുതായി അതിനെ ലളിതവൽക്കരിച്ചിരിക്കുകയാണ്. ലളിതവൽക്കരിച്ചിരിക്കുന്നു എന്ന് പറയുമ്പോഴും തെറ്റിദ്ധാരണ വേണ്ട. എല്ലാവർക്കും മനസ്സിലാകുന്ന അവസ്ഥയിലേക്ക് ആക്കിയെന്നല്ല. തൊഴിൽ നിയമങ്ങൾ ഇന്ത്യ രാജ്യത്ത് പ്രധാനമായും 44 എണ്ണമുണ്ട്. അതിൽ 29 നിയമങ്ങളെയാണ് 4 കോഡുകളാക്കി മാറ്റിയിട്ടുള്ളത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നിങ്ങൾ തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ള കാര്യമാണ്. 2019 സെപ്റ്റംബർ മാസത്തിലാണ് ആദ്യത്തെ കോഡ്, വേജ് കോഡ്, വേതനവും ബോണസുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ഉൾക്കൊള്ളുന്ന
ആ കോഡ് പാർലമെന്റിൽ ചർച്ച പോലും ഇല്ലാതെ പാസ്സാക്കിയെടുത്തു. അങ്ങനെ ഒരു ബില്ല് അവതരിപ്പിക്കുന്നതിനെ കുറിച്ച് ഒരു ചർച്ച പോലും മറ്റു മാർഗങ്ങളുണ്ടല്ലോ. ബില്ലൊക്കെ സാധാരണഗതിയിൽ പെട്ടെന്ന് പപ്പടം ചൂടുന്ന പോലെ ചുട്ടെടുക്കുന്നതല്ലല്ലോ. ഒരു ജനാധിപത്യ സംവിധാനത്തിനകത്ത് പാലിച്ചു പോകേണ്ടുന്ന ക്രമീകരണങ്ങളെ സംബന്ധിച്ചാണ് ഞാൻ സൂചിപ്പിക്കുന്നത്. ഈ ഒളിച്ചു കടത്തുക എന്നൊക്കെ പറയുന്നത് പോലെ ആ ബില്ല് പാർലമെന്റിലേക്ക് സാധാരണഗതിയിൽ MP-മാർക്കൊക്കെ മുൻകൂട്ടി വിതരണം നടത്തി അവർക്ക് വായിച്ച് പഠിക്കാനുള്ള അവസരം നൽകിയിട്ട് വേണം ഒരു ബില്ല് അവതരിപ്പിക്കാൻ. അങ്ങനെ ഒന്നും ഉണ്ടായില്ല. കേരള പത്രപ്രവർത്തക യൂണിയൻ, കേരള ന്യൂസ് പേപ്പർ എംപ്ലോയീസ് ഫെഡറേഷൻ എന്നിവയുടെ നേതൃത്വത്തിൽ പാലക്കാട് പ്രസ് ക്ലബ്ബിലായിരുന്നു പ്രതിഷേധ സംഗമം സംഘടിപ്പിച്ചത്. KUWJ ജില്ലാ പ്രസിഡന്റ് നോബിൾ ജോസ് അധ്യക്ഷത വഹിച്ചു. INTUC സംസ്ഥാന വൈസ് പ്രസിഡന്റ് K. അപ്പു, CITU ജില്ലാ വൈസ് പ്രസിഡന്റ് MS കറിയ, KUWJ സംസ്ഥാന കമ്മിറ്റി അംഗം P. സുരേഷ് ബാബു എന്നിവർ സംസാരിച്ചു. KUWJ ജില്ലാ സെക്രട്ടറി M. ശ്രീനേഷ് സ്വാഗതവും KNEF ജില്ലാ പ്രസിഡന്റ് M. അരവിന്ദാക്ഷൻ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. സർക്കാർ സേവനങ്ങളുടെ വിലയിരുത്തൽ നടക്കുന്നത് ജീവനക്കാരുടെ സേവന മനോഭാവത്തിലൂടെയെന്ന് CPI ജില്ലാ സെക്രട്ടറി സുമലത മോഹൻദാസ് പറഞ്ഞു. സേവന മേഖലകൾ കാലോചിതമായി പരിഷ്കരിച്ച് ശക്തിപ്പെടുത്തണമെന്നും അവർ കൂട്ടിച്ചേർത്തു. KGOF പാലക്കാട് ജില്ലാ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു സുമലത മോഹൻദാസ്. ഇടതു സർക്കാരിന്റെ വികസന കാഴ്ചപ്പാട് ജനങ്ങളിലേക്ക് എത്തിച്ച സംഘടനയാണ് KGOF. സർക്കാർ ഡിപ്പാർട്ട്മെന്റിലെ തസ്തിക നിർണയം പുനർക്രമീകരിക്കണം. ഫയലുകൾ കെട്ടിക്കിടക്കുന്ന അവസ്ഥയ്ക്ക് ശാശ്വത പരിഹാരമുണ്ടാകണമെന്നും അതോടൊപ്പം ജീവനക്കാരുടെ ന്യായമായ ആവശ്യങ്ങളും സർക്കാർ സംരക്ഷിക്കണം. കേന്ദ്ര സർക്കാരിന്റെ തെറ്റായ നയങ്ങളെ ചെറുക്കാൻ സർവീസ് സംഘടനകൾ രംഗത്ത് വരണമെന്നും സുമലത മോഹൻദാസ് പറഞ്ഞു. നമുക്ക് എന്ത് വില കൊടുത്തും നമ്മുടെ ഈ സർവീസ് മേഖലയിൽ അവരുടെ അവകാശങ്ങളും മറ്റും സംരക്ഷിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള നിലപാടുമായി മുന്നോട്ട് പോകണം. മറ്റൊന്ന്, ഏറ്റവും മാതൃകാപരമായി നമ്മുടെ സംഘടന ഏറ്റെടുത്തിട്ടുള്ള പ്രവർത്തനങ്ങളിൽ ഒന്നാണ് ഏറ്റവും അവസാനമായി മലമ്പുഴ ഗ്രാമപഞ്ചായത്തിൽ ഏറ്റവും പിന്നോക്കം നിൽക്കുന്ന ആദിവാസി മേഖലയിൽ ഒരു കോളനി കേന്ദ്രീകരിച്ചുകൊണ്ട് ഏറ്റവും അവസാനമായി ഒരു പ്രതിബദ്ധത ഏറ്റെടുത്തു. ഓരോ കുടുംബങ്ങളെയും കണ്ടുകൊണ്ട് ഈ സംഘടനയുടെ സ്ഥാപക ദിനത്തിൽ നമ്മൾ ആ ഒരു ചടങ്ങിലെ അത് വളരെ മനസ്സിൽ തട്ടുന്ന ഒരു പ്രവർത്തനമായിട്ടാണ് എനിക്ക് തോന്നിയത്. അത്തരത്തിലുള്ള നമ്മുടെ ഉദ്യോഗസ്ഥരുടെ കാര്യം മാത്രമല്ല, സമൂഹത്തിൽ ഏറ്റവും താഴെത്തട്ടിൽ ജീവിക്കുന്ന കുടുംബങ്ങളെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരാനുള്ള ഒരു പ്രതിബദ്ധത കൂടി നമ്മുടെ സംഘടന ഏറ്റെടുക്കുന്നു എന്നുള്ളത് വലിയ കാര്യമാണ്, വലിയ നേട്ടമാണ്. സർക്കാരിന്റെ ഭാഗമായി പ്രവർത്തിക്കുന്ന സംഘടന സർക്കാരിൻ്റെ ഒരു സേവകരായി മാത്രമല്ല, അതിലുപരി ആത്മാർത്ഥമായിട്ടുള്ള സർവീസ് മേഖലയിൽ ആത്മാർത്ഥമായിട്ടുള്ള ഇടപെടൽ, അതിലെ സമൂഹത്തെ ജനങ്ങളെ ബാധിക്കുന്ന ഒട്ടനവധി പ്രശ്നങ്ങളിൽ അതിൽ ഉയർത്തിപ്പിടിക്കുന്ന ഒരു മുദ്രാവാക്യവും അതിൻ്റെ ലക്ഷ്യവും, ആ ലക്ഷ്യത്തിലേക്ക് ഒട്ടനവധി സമരങ്ങൾ നേതൃത്വം നൽകി എന്നുള്ളതാണ് നമ്മൾ കഴിഞ്ഞ ഒരു വർഷക്കാലം സംഘടന ഏറ്റെടുത്തിട്ടുള്ള വലിയ പ്രഖ്യാപനം. KGOF ജില്ലാ പ്രസിഡന്റ് PM ഷെറിൻ അധ്യക്ഷത വഹിച്ചു. CPI ജില്ലാ അസിസ്റ്റന്റ് സെക്രട്ടറി K. ഷാജഹാൻ, KGOF സംഘടനാ ഭാരവാഹികളായ MS റിജ, BS വിനോദ് കുമാർ, ഡോക്ടർ മേരി ജൂലിയറ്റ്, അരുണിമ, ഡോക്ടർ VM പ്രദീപ്, വിവിധ സംഘടനാ പ്രതിനിധികളായ A. അംജിത് ഖാൻ, P. വിജയകുമാർ, സതീഷ് മേനോൻ, K. കൃഷ്ണൻകുട്ടി, ലക്ഷ്മി കൃഷ്ണൻ, ഡോക്ടർ ദാമോദരൻ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. ഷൊർണൂരിൽ ഭാരതപ്പുഴയ്ക്ക് കുറുകെ നിർമ്മിക്കുന്ന പുതിയ റെയിൽവേ പാലത്തിൻ്റെ അടിത്തറ നിർമ്മാണ പ്രവൃത്തികൾ അവസാന ഘട്ടത്തിൽ. ഇവ പൂർത്തിയാകുന്നതോടെ പാലത്തിനാവശ്യമായ തൂണുകളുടെ നിർമ്മാണം ആരംഭിക്കും. നിലവിൽ 100 വർഷത്തോളം പഴക്കമുള്ള പാലത്തിലൂടെയാണ് ട്രെയിനുകൾ കടന്നുപോകുന്നത്. ഷൊർണൂർ ഭാരതപ്പുഴയ്ക്ക് കുറുകെ നിലവിലുള്ള റെയിൽവേ പാലത്തിൻ്റെ സമീപത്തായാണ് പുതിയ പാലം നിർമ്മിക്കുന്നത്. ഇതിനായി സമീപത്തെ സ്ഥലവും റെയിൽവേ ഏറ്റെടുത്തിട്ടുണ്ട്. 110 വർഷത്തോളം പഴക്കമുള്ള 2 പാലങ്ങളാണ് ഇവിടെയുള്ളത്. ഇതിലൂടെയാണ് നിലവിൽ ട്രെയിനുകൾ കടന്നു പോകുന്നത്. പുതിയ പാലത്തിൻ്റെ അടിത്തറ നിർമ്മാണ പ്രവൃത്തികൾ അവസാന ഘട്ടത്തിലെത്തിയിരിക്കുകയാണ്. തൂണുകളുടെ നിർമ്മാണം പൂർത്തിയായാൽ പാലത്തിൻ്റെ നിർമ്മാണവും ആരംഭിക്കും. ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനിലെത്തുന്ന 85 ട്രെയിനുകളും സ്റ്റേഷനിൽ എത്താതെ പോകുന്ന 35 ട്രെയിനുകളും ഉൾപ്പെടെ വലിയ ഗതാഗത തിരക്കാണ് ഈ പാതയിലുള്ളത്. 110% ഗതാഗതം റെയിൽവേ കണക്കുകൾ സൂചിപ്പിക്കുന്നത്.
പാലം നിർമ്മാണം പൂർത്തിയായാൽ വന്ദേ ഭാരത് ഉൾപ്പെടെയുള്ള ട്രെയിനുകളുടെ വേഗത വർദ്ധിപ്പിക്കാനാകും. നിലവിലെ പാലങ്ങൾ പഴക്കം ചെന്നതിനാൽ ട്രെയിനുകൾ വേഗത കുറച്ചാണ് കടന്നുപോകുന്നത്. തിരുവനന്തപുരം, കാസർഗോഡ്, എറണാകുളം, ബാംഗ്ലൂർ വന്ദേ ഭാരത് ഉൾപ്പെടെയുള്ള ട്രെയിനുകളെല്ലാം ഷൊർണൂർ ഭാരതപ്പുഴയ്ക്ക് കുറുകെയുള്ള പാലത്തിലൂടെയാണ് കടന്നുപോകുന്നത്. ന്യൂസ് സെൻ്റർ, ഷൊർണൂർ. കോട്ടായി കുഴൽമന്ദം പ്രധാന പാതയോരത്തെ നൂറ്റാണ്ട് പഴക്കമുള്ള മാവ് മുത്തശ്ശിക്ക് ചരമഗീതം. മരം അപകട ഭീഷണിയായ സാഹചര്യത്തിലാണ് മുറിച്ചു മാറ്റിയതെന്ന് അധികൃതർ പറയുന്നു. കോട്ടായി കുഴൽമന്ദം പ്രധാന പാതയിൽ കോട്ടായി മേജർ റോഡിലാണ് പാതയോരത്തെ മാവ് മുറിച്ചു മാറ്റിയത്. കാലപ്പഴക്കത്താൽ ബലക്ഷയം സംഭവിച്ച മരത്തിൽ ഇത്തിൽ കണ്ണികൾ നിറഞ്ഞ് ഏതു സമയത്തും പൊട്ടിവീഴാവുന്ന നിലയിലാണ്. ഏറെ ഗതാഗത തിരക്കുള്ള റൂട്ടായതിനാൽ അപകട സാധ്യതയും കൂടുതലാണ്. കഴിഞ്ഞ മഴക്കാലത്ത് മരത്തിന്റെ കൊമ്പുകൾ റോഡിലേക്ക് പൊട്ടിവീണിരുന്നു. ന്യൂസ് ബ്യൂറോ, കോട്ടായി. കാർഷിക സർവകലാശാല കലോത്സവത്തിൽ വിധി നിർണയത്തെ ചൊല്ലി തർക്കം. നാടകത്തിൻ്റെ വിധി പ്രഖ്യാപിച്ചതിൽ വിവേചനമുണ്ടെന്ന് വിദ്യാർത്ഥികൾ പറയുന്നു. വിധികർത്താക്കളെ തടഞ്ഞുവച്ചു. പോലീസ് എത്തിയാണ് വിധികർത്താക്കളെ മോചിപ്പിച്ചത്. ഇതിനിടെ വിദ്യാർത്ഥികളുമായി സംഘർഷവും ഉണ്ടായി. തൃശൂർ മണ്ണുത്തിയിലെ കാർഷിക സർവകലാശാല ക്യാമ്പസിൽ ഇന്ന് പുലർച്ചെയായിരുന്നു സംഭവം. നിരത്ത് കെട്ടിട നിർമ്മാണ തൊഴിലാളി യൂണിയൻ കോങ്ങാട് മണ്ഡലം കമ്മിറ്റിയുടെ 23-ാം വാർഷികവും ജില്ലാ സമ്മേളനവും കോങ്ങാട് മഹാറാണി പാലസ് ഓഡിറ്റോറിയത്തിൽ നടന്നു. INTUC പാലക്കാട് ജില്ലാ പ്രസിഡന്റ് ചിങ്ങന്നൂർ മനോജ് ഉദ്ഘാടനം ചെയ്തു. ഇപ്പോൾ തന്നെ ഈ അത് വിദേശ രാജ്യങ്ങളിലുള്ള ഹാൻഡിക്രാഫ്റ്റുകളുടെ മാർക്കറ്റിൽ വിൽക്കുന്നത് പ്രത്യേകിച്ച് മനസ്സിലാക്കുന്നതാണ് കോടതിയിൽ ചോദിച്ചത്. ഈ അന്താരാഷ്ട്ര മാർക്കറ്റിൽ ഇത്തരത്തിലുള്ള സാധനങ്ങൾ കള്ളക്കടത്ത് നടത്തുന്ന ആളുമായി കച്ചവടത്തിൽ വല്ല ബന്ധമുണ്ടോ എന്ന് ചോദിച്ചതിന് കാര്യമെന്ന് ചോദിച്ചാൽ ഇത് അന്താരാഷ്ട്ര മാർക്കറ്റിൽ എത്തിക്കഴിഞ്ഞു. കോടതിക്ക് മനസ്സിലാക്കില്ല. ഇനി അതിന്റെയൊക്കെ പിന്നാമ്പുകൾ വരാൻ പോകുന്നില്ല. മറ്റൊരു കാര്യം, നമ്മുടെ സംസ്ഥാനത്ത് നമ്മുടെ ഗവൺമെന്റ് ഇറങ്ങി പോകുമ്പോൾ ഉണ്ടായിരുന്ന 650 കോടി കടം 6 ഇരട്ടിയധികം വർദ്ധിച്ച് സംസ്ഥാനത്ത് ഒരിക്കലും കാണാൻ കടബാധ്യതയാക്കി വെച്ചിരിക്കുകയാണ്. NKNTU ജില്ലാ പ്രസിഡന്റ് ഉഷാകുമാരി അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ കോങ്ങാട് ബ്ലോക്ക് കോൺഗ്രസ് സെക്രട്ടറി TV രാംദാസ് മുഖ്യപ്രഭാഷണം നടത്തി. നല്ല ട്രേഡ് യൂണിയൻ പ്രവർത്തനമുള്ള KPKNTUC-യുടെ സംസ്ഥാന അവാർഡ് നേടിയ NKTU സംസ്ഥാന പ്രസിഡന്റ് കൂടിയായ KA ബാലകൃഷ്ണനെ വേദിയിൽ അനുമോദിച്ചു. ചടങ്ങിൽ NKTU സംസ്ഥാന ജനറൽ സെക്രട്ടറി ഗിരിജാദേവി, ജില്ലാ ജനറൽ സെക്രട്ടറി MP ശോഭന തുടങ്ങിയവരും മണ്ഡലം, ബ്ലോക്ക്, ജില്ലാ, സംസ്ഥാന നേതാക്കളും പങ്കെടുത്ത് സംസാരിച്ചു. ചടങ്ങിൽ കോങ്ങാട് മണ്ഡലത്തിലെ പഞ്ചായത്ത്, ബ്ലോക്ക്, ജില്ലാ തലങ്ങളിൽ മത്സരിക്കുന്ന 23 സ്ഥാനാർത്ഥികളെയും അനുമോദിച്ചു. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. തൃശൂർ ചാലക്കുടി പരിയാരത്തെ കാട്ടാന ആക്രമണം രൂക്ഷം. കൃഷി നടത്താൻ കഴിയാതെ മനം നൊന്ത് സ്വന്തം തോട്ടത്തിൽ വാഴകൾ വെട്ടിമാറ്റി കർഷകർ. കഴിഞ്ഞ ദിവസം 500ഓളം വാഴകൾ കാട്ടാനകൾ നശിപ്പിച്ചിരുന്നു. പരിയാരം പഞ്ചായത്ത് 7-ാം വാർഡിലെ കോട്ടമലയിൽ സാബുവാണ് 2.5 ഏക്കറിൽ വാഴകൾ വെട്ടിയത്. തോട്ടത്തിൽ സ്ഥിരമായി കാട്ടാനകളെത്തി വാഴകൾ നശിപ്പിക്കുകയാണ്. ഒരു വർഷത്തിനിടെ 10-ലേറെ തവണ കാട്ടാനകളെത്തി നാശനഷ്ടമുണ്ടാക്കി. ഇതോടെയാണ് കർഷകർ മനംനൊന്ത് സ്വന്തം വാഴകൾ വെട്ടിമാറ്റിയത്. ഇപ്പോൾ റീസെൻ്റ്ലി എൻ്റെ ഈ 4-5 ദിവസമായിട്ട് എൻ്റെ പറമ്പിൽ ആന വന്ന് ഈ കാണുന്ന 500-600ഓളം വാഴ ഏകദേശം നശിപ്പിച്ച് ഒരു 100 വാഴ ഉണ്ടായത്. എനിക്ക് ഇനിയിപ്പോൾ അത് നിർത്തി കഴിഞ്ഞ് ഇനിയും വരുമെന്നുള്ള പേടികൊണ്ട് ഞാനിപ്പോൾ ഒന്ന് വെട്ടി അവസാനിപ്പിച്ചിട്ടുണ്ട്. എനിക്ക് ചുറ്റും, നമ്മളുടെ പറമ്പിനോട് ചുറ്റും ഫെൻസിങ് മതിലുണ്ടായിരുന്നു. മതിലും തട്ടി കളഞ്ഞിട്ടാണ്, ഫെൻസിങ്ങും ഉണ്ടായിരുന്നു, അതും കളഞ്ഞിട്ടാണ് ഇപ്പോൾ വന്നേക്കണത്. അപ്പോൾ വാഴ എല്ലാം തീർന്നു. ഞാൻ എൻ്റെ കൃഷി അവസാനിപ്പിക്കുകയാണ്. ന്യൂസ് ബ്യൂറോ, തൃശൂർ. ആഴമുള്ള കിണറിൽ വീണ പശുവിനെ ഫയർഫോഴ്സും നാട്ടുകാരും ചേർന്ന് രക്ഷപ്പെടുത്തി. മണ്ണൂർ കിഴക്കുംപുറം പുത്തൂരത്ത് വീട്ടിൽ ചന്ദ്രൻ്റെ പശുവാണ് സ്വകാര്യ വ്യക്തിയുടെ കിണറിലാകപ്പെട്ടത്. നിറയെ വെള്ളമുള്ള ആൾമറയില്ലാത്ത കിണറായിരുന്നു. കഴിഞ്ഞ ദിവസം രാത്രിയോടെയായിരുന്നു സംഭവം അറിഞ്ഞുടൻ മണ്ണൂർ സ്വദേശിയായ സിവിൽ ഡിഫൻസ് വിജയൻ പാഞ്ഞെത്തി പശുവിനെ വെള്ളത്തിൽ മുങ്ങാതിരിക്കാനുള്ള പ്രാഥമിക നടപടികൾ ചെയ്തിരുന്നു. തുടർന്ന് കോങ്ങാട് നിന്നും ഫയർഫോഴ്സും സ്ഥലത്തെത്തി. നാട്ടുകാരും ഫയർഫോഴ്സും ചേർന്ന് വടം കെട്ടിയാണ് പശുവിനെ കരക്കെടുത്തത്. ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരായ കേശവ് പ്രദീപ്, C സജിത്, PV ഷിബു, C രാഹുൽ, VR രഞ്ജിത്ത്, K വിശ്വനാഥൻ, TK ശശിധരൻ, G കൃഷ്ണപ്രസാദ്, സിവിൽ ഡിഫൻസ് അംഗങ്ങളായ വിജയൻ നഗരിപ്പുറം, ശ്രീലത, ജ്യോതിഷ്, പ്രജീഷ എന്നീ സിവിൽ ഡിഫൻസ് അംഗങ്ങളും രക്ഷാപ്രവർത്തനത്തിൽ പങ്കാളികളായി. 1 മണിക്കൂറോളം നീണ്ട പരിശ്രമത്തിനൊടുവിലാണ് രക്ഷപ്പെടുത്തിയത്. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. ഷൊർണൂർ കല്ലിപ്പാടം തൃക്കോവിൽ സന്താന ഗോപാലമൂർത്തി ക്ഷേത്രത്തിൽ നവംബർ മാസത്തെ സ്പെഷ്യൽ പരിപാടികളായി
ശ്രീശൈലം നൃത്തവിഭാഗത്തിലെ വിദ്യാർത്ഥികൾ അവതരിപ്പിച്ച നൃത്താർച്ചനയും തുടക്കം കല്ലിപ്പാടം അവതരിപ്പിച്ച കൈകൊട്ടിക്കളിയും അരങ്ങേറി. തുടർന്ന് ഡിസംബർ മാസം 21 മുതൽ 28 വരെ ക്ഷേത്രത്തിൽ നടക്കുന്ന 17ാമത് ശ്രീമദ് ഭാഗവത സപ്താഹയജ്ഞത്തിൻ്റെ നോട്ടീസ് പ്രകാശനവും നടന്നു. നോട്ടീസ് ക്ഷേത്രം തിരുമേനി ശങ്കരൻ നമ്പൂതിരിയാണ് പ്രകാശന കർമ്മം നിർവഹിച്ചത്. തുടർന്ന് ഭക്ഷണവും പ്രസാദ വിതരണവും നടന്നു. ക്ഷേത്രം സംരക്ഷണ സമിതി പ്രസിഡന്റ് അഡ്വക്കേറ്റ് സി ഉണ്ണികൃഷ്ണൻ, സെക്രട്ടറി PC രാജീവ്, ട്രഷറർ AK മണികണ്ഠൻ, കമ്മിറ്റി അംഗങ്ങളായ K ഉണ്ണികൃഷ്ണൻ, PC നിതീഷ്, T മുരളീധരൻ എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. വിജയനാരസിംഹായ സച്ചിദാനന്ദ യോഗാന്ദ്രസിംഹായ പ്രഹ്ലാദ പാലക ശ്രീനാരസിംഹ വേദ്യായ വേദസേ പുരുഷോത്തമ. പാവുകോണം മുണ്ടനാട്ടുകര കുമരമംഗലം ശ്രീ കാർത്യായനി ദേവി ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ ശ്രീമദ് ഭാഗവത സപ്താഹയജ്ഞം നവംബർ 30 തുടക്കം കുറിക്കും. ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിലാണ് ഇക്കാര്യം അറിയിച്ചത്. കോഴിക്കോട് ജയേഷ് ശർമ്മയായിരിക്കും യജ്ഞാചാര്യൻ. നവംബർ 30 വൈകിട്ട് 3:30 ആചാര്യവരണം നടക്കും. യജ്ഞാചാര്യനെ പൂർണ്ണകുംഭം നൽകി ആന്തൂർ പറമ്പിൽ നിന്നും ആനയിക്കും. വൈകിട്ട് 4 ക്ഷേത്രം തന്ത്രി പനാവൂർ നാരായണൻ നമ്പൂതിരി ദീപപ്രജ്വലനം നടത്തും. മാളികപ്പുറം സിനിയ ഫൈം ദേവനന്ദ ഉദ്ഘാടനം ചെയ്യും. സിനിമാ സീരിയൽ താരം അമ്പിളി സോമൻ പങ്കെടുക്കും. കാർത്തികേയനി ദേവി പുരസ്കാരം ആധ്യാത്മിക ആചാര്യൻ പ്രസാദ പുളിക്കലിനും, ഭക്തപ്രിയ പുരസ്കാരം ഗായിക സുനിത നെടുങ്ങാടിക്കും, യുവപ്രതിഭ പുരസ്കാരം വയലിനിസ്റ്റ് വൈഷ്ണവ് കല്ലാറ്റയ്ക്കും, ദേവി പ്രസാദ പുരസ്കാരം കൈപ്പഞ്ചേരി ബാലനും സമ്മാനിക്കും. ഡിസംബർ 7 സപ്താഹയജ്ഞം സമാപിക്കും. ഡിസംബർ 4 തൃക്കാർത്തിക മഹോത്സവം വിവിധ പരിപാടികളോടെ ആഘോഷിക്കും. വൈകിട്ട് 6 ദീപാരാധന, ചുറ്റുവിളക്ക്, സഹസ്രദീപം തെളിയിക്കൽ, ഭഗവത് സേവ എന്നിവ ഉണ്ടാകും. തുടർന്ന് അനിൽ കോട്ടപ്പുറം അവതരിപ്പിക്കുന്ന മെൻ്റലിസം ഷോ, ചേറമ്പറ്റ മാതൃസമിതിയുടെ നാമസംഗീത കീർത്തനം, വിവിധ കലാപരിപാടികൾ എന്നിവ അരങ്ങേറും. ക്ഷേത്രം സംരക്ഷണ സമിതി പ്രസിഡന്റ് MP ശശിധരൻ, സെക്രട്ടറി സുധീർ പടിയത്ത് പറമ്പിൽ, വൈസ് പ്രസിഡന്റ് MC അന്ത്യാളൻ. കുണ്ടനാട്ടുകര കുമരമംഗലം ശ്രീ കാർത്യായനി ദേവി ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ 2025 നവംബർ 30 മുതൽ ഡിസംബർ 7 വരെ ഭാഗവത ആചാര്യൻ ഭാഗവത സുധാംശു ബ്രഹ്മശ്രീ ജയേഷ് ശർമാജിയുടെ നേതൃത്വത്തിൽ ശ്രീമദ് ഭാഗവത സപ്താഹയജ്ഞവും തൃക്കാർത്തിക മഹോത്സവവും നടക്കുകയാണ്. ആയതിൻ്റെ സാംസ്കാരിക സദസ്സിൻ്റെ ഉദ്ഘാടനം മാളികപ്പുറം ഫെയിം ദേവനന്ദ നടത്തുന്നതായി വിശിഷ്ട വ്യക്തിയായിട്ട് സിനിമാ സീരിയൽ താരം കൂടിയായിട്ടുള്ള ഗുരുവായൂർ മഞ്ജരീസിൻ്റെ ചെയർപേഴ്സൺ കൂടിയായിട്ടുള്ള അമ്പിളി സോമനും വിശിഷ്ടാതിഥിയായിട്ട് പങ്കെടുക്കുന്നുണ്ട്. ആ പ്രസ്തുത പരിപാടിയിൽ വെച്ച് ഈ വർഷത്തെ കാർത്യായനി ദേവി പുരസ്കാരം പ്രശസ്ത ആധ്യാത്മിക പ്രഭാഷകൻ തത്വരസികൻ ശ്രീ പ്രസാദ് പുളിക്കലിനും, കാർത്യായനി ദേവി ഭക്തപ്രിയ പുരസ്കാരം ശ്രീമതി സുനിത നെടുങ്ങാടി, പ്രശസ്തയായ ഗായികയാണ്, അവർക്കും, കാർത്യായനി ദേവി യുവ പ്രതിഭാ പുരസ്കാരം വൈഷ്ണവ് കല്ലാറ്റ്, വയലിനിസ്റ്റാണ്, അദ്ദേഹത്തിനും, കാർത്യായനി ക്ഷേത്രം ദേവി പ്രസാദ പുരസ്കാരം ഋഷിതുല്യനായിട്ടുള്ള കൈപ്പഞ്ചേരി ബാലേട്ടനും നൽകിയിട്ട് ആദരിക്കുകയാണ്. ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ നാരായണൻ തിരുമേനിയുടെ കാർമ്മികത്വത്തിലും അനുഗ്രഹത്തിലുമാണ് ഈ പരിപാടികളെല്ലാം നടക്കുന്നത്. പങ്കജം D നായർ, അനിൽ കോട്ടപ്പുറം എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. തൊഴിലാളി വർഗത്തെ ഉന്മൂലനം ചെയ്യുന്നതാണ് കേന്ദ്ര സർക്കാരിൻ്റെ ലേബർ കോഡെന്ന് മുൻമന്ത്രി AK ബാലൻ. ലേബർ കോഡിൽ തൊഴിലാളി സംരക്ഷണമുണ്ടെന്ന് പറയുന്നവർ അത് ഏതെന്ന് വ്യക്തമാക്കണം. ലേബർ കോഡിൻ്റെ തനി പകർപ്പ് കേരളത്തിൽ നടപ്പിലാക്കില്ലെന്നും AK ബാലൻ. ലേബർ കോഡിനെതിരെ ഇടതു തൊഴിലാളി സംഘടനകളുടെ പ്രതിഷേധ മാർച്ച് പാലക്കാട്ട്. ലേബർ കോഡിനെതിരെ മാധ്യമപ്രവർത്തകരുടെയും പ്രതിഷേധ സംഗമം.
സർക്കാർ സേവനങ്ങളുടെ വിലയിരുത്തൽ നടക്കുന്നത് ജീവനക്കാരുടെ സേവന മനോഭാവത്തിലൂടെയെന്ന് CPI ജില്ലാ സെക്രട്ടറി സുമലത മോഹൻദാസ്. സേവന മേഖലകൾ കാലോചിതമായി പരിഷ്കരിച്ച് ശക്തിപ്പെടുത്തണമെന്നും സുമലത മോഹൻദാസ്. KGOF ജില്ലാ സമ്മേളനം പാലക്കാട്ട്. ഷൊർണൂരിൽ ഭാരതപ്പുഴയ്ക്ക് കുറുകെ നിർമ്മിക്കുന്ന പുതിയ പാലത്തിൻ്റെ അടിത്തറ നിർമ്മാണ പ്രവൃത്തികൾ അവസാന ഘട്ടത്തിൽ. ഇവ പൂർത്തിയാകുന്നതോടെ പാലത്തിനാവശ്യമായ തൂണുകളുടെ നിർമ്മാണം ആരംഭിക്കും. പുതിയ പാലം നിർമ്മിക്കുന്നത് നിലവിലുള്ള പഴയ പാലം 100 വർഷത്തോളം പഴക്കം ചെന്ന സാഹചര്യത്തിൽ. ഇതോടുകൂടി വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം.